നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എൻ്റെ ഒരു പാട്ടോർമ്മകൾ തന്നെയാണ്. ഞാൻ ഫോർത്തിൽ പഠിക്കുമ്പോൾ അപ്പോൾ ഒരു ഹൊറർ സെറ്റപ്പൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. ഊഞ്ഞാൽ, വൈറ്റ് ഡ്രസ്സ്, വൈറ്റ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വൈറ്റൊക്കെ ഇടയ്ക്കൊക്കെ ഇടാറ്. പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ അതുകൊണ്ടൊരു എന്ത് ചെയ്തിട്ടൊരു നടപടി ആവണില്ല. അപ്പോൾ ഞാൻ ഈ ഉള്ള സെറ്റപ്പിൽ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മറ്റേ യക്ഷിയുടെ ഗാനമാണല്ലോ നിശീതിനി എന്നുള്ള പാട്ട്. ഞാൻ ഫോർത്തിൽ വെച്ചിട്ടാണ് ഈ നിശീതിനി പാട്ട് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മകളാണ് കേട്ടോ ഞാൻ ഇന്ന് എൻ്റെ നിശീതിനി ചേച്ചി പഠിപ്പിച്ച കാര്യങ്ങളും ആ ഒരു ഓർമ്മയാണ് ഞാൻ പറയുന്നത്. കാര്യം ഞാൻ എന്താ വെച്ചാൽ ഇതിൽ ഓരോ കൊല്ലം കഴിഞ്ഞ് ഞാൻ തേർഡിൽ പഠിക്കുമ്പോൾ ഇതായിരുന്നു ഒരു കൊല്ലത്തേക്ക് ഒരു പാട്ടാണ്. കാര്യം റേഡിയോയിലൊക്കെ കേട്ട് പാടുന്ന പാട്ടുകൾ അത് പഠിച്ചിട്ട് വേണമല്ലോ പാടാനായിട്ട്. അന്ന് ടേപ്പ് റെക്കോർഡറോ സ്റ്റീരിയോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്റ്റീരിയോ ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ മുമ്പാണല്ലോ. അപ്പോൾ അത് ഈ പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചിക്ക് ഒരു ബുക്കുണ്ട്, പാട്ട് എഴുതുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് ഡയറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നോട്ട് ബുക്ക് പോലെ. അതിനകത്തൊരു ക്രീം, ഒരു കവർ, ഒരു വൈറ്റ്, അതിന് ഒരു സ്റ്റാർ പോലെ റെഡ് സ്റ്റാറൊക്കെ ആയിട്ട് ഒരു ബുക്കാണ്. അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് ഇന്ന സോങ്, ഇന്ന ആള്, മ്യൂസിക്, അതൊക്കെ പിന്നെ അങ്ങനെ എഴുതിയിട്ടുള്ള പാട്ടുകൾ നമ്പർ 1, നമ്പർ 2, സോങ് നമ്പർ 1, സോങ് നമ്പർ 2. അതിൻ്റെ അടുത്ത് ഈ പാട്ട് പാടിയത് ഇപ്പോൾ എസ് ഇപ്പുറത്ത് ഇന്ന മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. അങ്ങനെയാണ് ആ ബുക്ക്. അപ്പോൾ അതുപോലെ തന്നെ പാട്ട്, ചലച്ചിത്രം അങ്ങനെയുള്ള ഒരു 8 മണിക്കോ 8 മണിക്കൊക്കെ തോന്നുന്നു, ഈവനിങ്ങിൽ 8 മണിക്കൊക്കെ ആയിരിക്കും തോന്നുന്ന പാട്ട്. അപ്പോൾ വരുമ്പോഴത്തേക്കും ചേച്ചി ബുക്കും പെന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണെങ്കിൽ ആ പാട്ട് എഴുതിക്കാനായിട്ട്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും നേരെ മൂത്ത ചേച്ചി അവർ ഒക്കെ കൂടെ ഭയങ്കരമായിട്ട് ചേച്ചീനെ ഭയങ്കര ആരാധനയോടുകൂടി നോക്കിയിട്ട് ചേച്ചിക്ക് ഒരു പാട്ട് ഇന്ന മൂവി, ഇന്ന സിനിമയിലത്തെ പാട്ട് ഇന്ന ആളാണ് പാടുന്നത്, അതിൻ്റെ ഇന്ന മ്യൂസിക് ചെയ്തത് ഇന്ന ആളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചേച്ചി പാട്ട് പെട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിത് ഇങ്ങനെയാണ് ഒബ്വിയസ്ലി അറിയുമല്ലോ, ഇന്ന പാട്ടാണ്, ഇന്ന മ്യൂസിക്, ഇന്ന സിനിമയിലത്തെയാണെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചേച്ചിക്ക് ഇങ്ങനെ പാട്ട് പാടാണ്ട് ഇന്ന പാട്ടാണെന്ന് അറിയണം. അതൊക്കെ ഭയങ്കര ആരാധനയായിരുന്നു ചേച്ചിയോട്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് എഴുതിയെടുത്തിട്ട് എനിക്ക് പഠിപ്പിച്ചു തരാണ് കേട്ടോ. ഈ ബാലകലോത്സവത്തിന് ആദ്യം സ്കൂൾ തലം, അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക സബ് ജില്ല അതിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു തരുമ്പോൾ വൈകിട്ടാണ് ചേച്ചി കോളേജിലേക്ക് പോകുന്നത്. ചേച്ചി അപ്പോൾ ഒന്ന് കോളേജിലാണ്, ഞാൻ പുറത്തിലൊക്കെ പഠിക്കുമ്പോൾ ചേച്ചി കോളേജിലാണ്. അപ്പോൾ പഠിപ്പിച്ചു തരാണ്. ഈവനിങ്ങിലാണ് ഞങ്ങളുടെ എന്താ പറയുക ലിവിങ് റൂമല്ല, പുറത്ത് ഉമ്മറം ഇറയും എന്നൊക്കെ പറയും. അവിടെ ഇരുന്നിട്ടാണ് ഈ ബുക്കും വെച്ച് ഇങ്ങനെ പഠിപ്പിച്ചു തരിക. അപ്പോൾ ചേച്ചി ക്ഷീണിച്ച്, രണ്ടാമത്തെ ചേച്ചിയും ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം ലാസ്റ്റ് ദിവസം, ആദ്യത്തെ ദിവസം പഠിപ്പിച്ചു തന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് പാട്ട് പഠിക്കുമെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. എനിക്കറിയില്ല, പഠിക്കാറുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടം, എന്നെ പാട്ട് പഠിക്കാൻ ഇഷ്ടമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ച് പെട്ടെന്ന് എല്ലാം അതിൻ്റെ ട്യൂണൊക്കെ എനിക്ക് പെട്ടെന്ന് ക്ലിയറായി. പക്ഷെ ലാസ്റ്റ് ഈ ഒരു സസ്റ്റെയിൻ ചെയ്യുമല്ലോ, അതായത് യക്ഷഗാനം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ സിനിമയുടെ പേര് യക്ഷഗാനം എന്നാണ്. ആ യക്ഷഗാനം സസ്റ്റെയിൻ ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ, അതായത് പതുക്കെ പാടി നിർത്താൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുണ്ട്. ഞാൻ സൗണ്ട് പതുക്കെ എന്ന് പറയുന്നത് യക്ഷഗാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ എനിക്കറിയണില്ല. അപ്പോൾ ആദ്യം പതുക്കെ എന്ന് പറയുമ്പോൾ യക്ഷഗാനം ഓരോ വേർഡ് എടുത്തെടുത്ത് സ്ലോ ആക്കിയിട്ട് സൗണ്ട് കുറച്ച് എന്തൊക്കെയോ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഫുള്ള് ചേച്ചി അന്ന് പറഞ്ഞു. പിന്നത്തെ ദിവസം വൈകിട്ടും ചേച്ചി 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്തു. എനിക്കിത് ഈ ഐഡിയ കിട്ടുന്നില്ല, എന്താണ് ഈ സസ്റ്റെയിൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ 3ാമത്തെ ദിവസം ചേച്ചിയും 2ാമത്തെ ചേച്ചി ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചേച്ചിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല അത്. പക്ഷേ ഈ മൂത്ത ചേച്ചിക്കാണെങ്കിൽ ദേഷ്യമേ വരില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ശാന്തമായിട്ടിരുന്ന് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നീ ഒന്നുകൂടെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴോ ഒരു സമയത്ത് ആ സസ്റ്റെയിൻ എങ്ങനെയാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം വെറുതെ പാടിയത്, അതാണെന്ന് പറഞ്ഞിട്ടില്ല. ആ പാടി വന്നപ്പോൾ ക്ലിക്കായിപ്പോൾ ചേച്ചി പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ക്ഷണിച്ചോളൂ, ഇത്ര നേരം ചേച്ചി ഇതല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ ചേച്ചിക്ക് പിന്നെ ദേഷ്യമേ വരിക. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് ലോകം കീഴടക്കിയ പോലത്തെ ഒരു സന്തോഷമായിരുന്നു. ഞാൻ പഠിച്ച് ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചാണ് 4th ഈ പാട്ട് പഠിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ആ പാട്ടിൻ്റെ ആണ് കേട്ടോ, ആ പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്. അപ്പോൾ അത് കേൾക്കാം നമുക്ക്. ഓക്കെ. പ്രാണനിലുണരും
പുഷ്പങ്ങളാകുമിരാവിൽ സ്വപ്നം കരിഞ്ഞ ചിതാഭസ്മധൂളികൾ പുഷ്പങ്ങളാകുമിരാവിൽ സ്വർഗപുഷ്പങ്ങളാകുമിരാവിൽ മേദിനി മേദിനി നിൻ മേഘതൂവൽ ചിറകുള്ള തേരിൽ ഞാൻ പ്രേമ പൂജയ്ക്കു വരുന്നു വീണ്ടും എൻ പ്രേമ പൂജയ്ക്കു വരുന്നു തരുമോ മൃതസഞ്ജീവനി തരുമോ 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 നിശീദിനി നിശീദിനി ഞാനൊരു രാപ്പാടി ജീവൻ തകർന്ന സിരാപഞ്ചരങ്ങളിൽ ജന്മങ്ങൾ പൂക്കുമിരാവിൽ പുനർജന്മങ്ങൾ പൂക്കുമിരാവിൽ യാമിനി യാമിനി നിൻ കാമകാവ്യ വിപഞ്ചികമിട്ടി ഞാൻ പ്രേമ പൂജയ്ക്കു വരുന്നു ഗന്ധർവയാമ പൂജയ്ക്കു വരുന്നു തരുമോ മൃതസഞ്ജീവനി തരുമോ 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 നിശീദിനി നിശീദിനി ഞാനൊരു രാപ്പാടി പാടാം പാടാം എൻ വിരഹഗാനം പ്രാണനിലുണരും യക്ഷഗാനം യക്ഷഗാനം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാട്ട്. വോയിസിൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു, ഒരു പനിയും അതുപോലെ തന്നെ ഒരു ചുമയൊക്കെ പിടിച്ച് കുറച്ച് ദിവസം ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കുറച്ചൊന്നും ഇതായിരുന്നു മാത്രം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന മിനി എ പി വോയിസ് നോട്ട് ഇട്ടിട്ട് 2-3 ഒരു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ദിവസം ഇപ്പോഴും അടുത്തും പറഞ്ഞു, ശാന്തി ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അന്ന് പാടിയത് എനിക്ക് നല്ല ഓർമ്മയാണ്, അപ്പോൾ നൊസ്റ്റാൾജിയാണ്, അത് പാട്ട് പാടാൻ പറ്റുമെങ്കിൽ പാടിക്കൊള്ളുന്നത്. അപ്പോൾ വോയിസൊക്കെ ശരിയാകുമ്പോൾ ഇത്തിരി ഹെവി പാട്ടാണ്, പാടത്തിൽ ഇതാണ്, എന്നാലും ഞാൻ നോക്കാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒത്തിരി വോയിസൊക്കെ ക്ലിയർ ആയപ്പോൾ ഒന്ന് പാടി നോക്കിയതാണ്. തെറ്റുകളൊക്കെ ഉണ്ടാവും, ആകെ ക്ഷമിക്കുക. ഒരുപാട് പെർഫെക്ഷനൊന്നും അങ്ങനെ പെർഫെക്ഷൻ നോക്കാൻ പറ്റില്ല, അത്ര വലിയ ആൾക്കാരൊന്നും. അപ്പോൾ മിനി ഇത് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചേച്ചിക്ക് എല്ലാവർക്കും കൂടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പാട്ട്. പിന്നെ ഈ പാട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രാവശ്യത്തെ പാട്ട് പറഞ്ഞ പാട്ട് ഞാൻ സാധാരണ ഇത് കഴിഞ്ഞാൽ നിൽക്കും. പിന്നെ ഈ പാട്ട് ഞാൻ പാടില്ല, പിന്നെ അടുത്ത കൊല്ലത്തെ പാട്ടായിരിക്കും പാടും. പക്ഷേ ഈ പാട്ട് ഞാൻ പുതിയ സ്കൂളിലേക്ക് സൈഡാട്ടിലേക്ക് 4 വരെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു, പ്രൈമറി സ്കൂളിൽ എൻ്റെ ഫാദർ പഠിപ്പിച്ചിരുന്ന സ്കൂളിലായിരുന്നു. 5-ക്കാണ് ഞാൻ തൃശ്ശൂർ സൈഡാട്ടിലേക്ക് പോകുന്നത്. അപ്പോഴാണ് അപ്പോഴും ഈ നിശീതിന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് നിശീതിന് നിർത്തി ഞാൻ സന്ധ്യ കണ്ണീര് തന്നെ നിർത്തി പാട്ട് തുടങ്ങിയതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതിന് അടുത്ത എപ്പിസോഡിൽ എപ്പോഴെങ്കിലും ഞാൻ പറയാം ആ പാട്ട് പാടാനുണ്ടായ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ മാക്സിമം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.